ഇന്ത്യൻ ക്രിക്കറ്റിൽ വീണ്ടും വൻ മാറ്റങ്ങൾക്ക് കളമൊരുങ്ങുന്നു. BCCIയുടെ മുഖ്യ സെലക്ടർ സ്ഥാനത്ത് നിന്ന് അജിത് അഗാക്കർ പുറത്തേക്കെന്നാണ് റിപ്പോർട്ടുകൾ. രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും സഞ്ജു സാംസൺ അടക്കമുള്ള പ്രമുഖ താരങ്ങളോടുള്ള അവഗണനയും ടീം തെരഞ്ഞെടുപ്പിലെ തുടർച്ചയായ പാളിച്ചകളുമാണ് അഗാക്കർക്ക് തിരിച്ചടിയാകുന്നത്. അഗാക്കറിന് പകരം VVS ലക്ഷ്മണനെ മുഖ്യ സെലക്ടറായി കൊണ്ടുവരാനാണ് BCCI പദ്ധതിയിടുന്നത്. സഞ്ജുവിനോടും മറ്റ് അർഹതപ്പെട്ട സീനിയർ താരങ്ങളോടും കാണിച്ച ഈ അനീതിക്ക് ഒടുവിൽ അജിത് അഗാക്കർക്ക് വില നൽകേണ്ടി വന്നിരിക്കുകയാണ്. ജൂണിൽ അഗാക്കറുടെ കരാർ അവസാനിച്ചതാണ്. ഇത് 3 മാസത്തേക്ക് BCCI നീട്ടി നൽകിയിരുന്നു. എന്നാൽ ഇനിയും നീട്ടി നൽകേണ്ടതില്ലെന്ന നിലപാടിലാണ് നിലവിൽ BCCI. മുഖ്യ സെലക്ടർക്കെതിരെ വിമർശനം ശക്തമായിരിക്കെ അഗാക്കറെ മാറ്റി തടിയൂരാനാണ് BCCI ശ്രമിക്കുന്നത്. 2027 ഏകദിന ലോകകപ്പ് വരെ അഗാക്കർ കരാർ നീട്ടി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ കരാർ നീട്ടിക്കൊടുക്കേണ്ടതില്ലെന്നാണ് BCCIയുടെ തീരുമാനം. VVS ലക്ഷ്മൺ പരിശീലകനാകാനില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഗൗതം ഗംഭീറിന്റെ ഭാവത്തിൽ ലക്ഷ്മൺ ഇന്ത്യയുടെ പരിശീലക റോൾ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ സ്ഥിരം പരിശീലക സ്ഥാനം ലക്ഷ്മണിന് താല്പര്യമില്ല. നിലവിൽ സെന്റർ ഓഫ് എക്സലൻസ് തലവനാണ് ലക്ഷ്മൺ. ലക്ഷ്മണെ മുഖ്യ സെലക്ടറാക്കിയാൽ ഇന്ത്യക്ക് സമീപകാലത്ത് നേരിടേണ്ടി വന്ന വിമർശനങ്ങൾക്ക് പരിഹാരം കാണാനാവുമെന്നാണ് BCCI പ്രതീക്ഷിക്കുന്നത്. രോഹിത് ശർമ്മയെ 2027 ഏകദിന ലോകകപ്പിൽ നിന്ന് തഴയുമെന്നും രോഹിത്തിനെ അവസാന ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയോടെ വിരമിപ്പിക്കുന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നത് വലിയ വിവാദമായിരുന്നു. ഇതോടെ BCCIക്കും അജിത് അഗാക്കറിനും ഗൗതം ഗംഭീറിനുമെല്ലാം വിമർശനം നേരിട്ടു. അഗാക്കറാണ് രോഹിത്തിനെ ഒതുക്കാൻ നോക്കുമെന്ന ആരോപണം ശക്തമായിരുന്നു. രോഹിത് ശർമ്മ മികച്ച ഫോമിലല്ലെന്നും മികച്ച യുവതാരമായ വൈഭവ് സൂര്യവംശിയെ ഏകദിന ലോകകപ്പിൽ ഓപ്പണറാക്കാനുമായിരുന്നു അഗാക്കറുടെ പദ്ധതിയെന്നും വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ ഇംഗ്ലണ്ടിനെതിരെ ഏകദിന പരമ്പരയിൽ കിടലൻ സെഞ്ചുറിയുടെ രോഹിത് ശർമ്മ തിരിച്ചുവരവ് നടത്തി. ഇതോടെ അഗാക്കർക്കെതിരെ കൂടുതൽ ശക്തമായ വിമർശനം ഉയർന്നു. ഇന്ത്യയുടെ ലോകകപ്പ് ഹീറോയും മലയാളി താരവുമായ സഞ്ജു സാംസണെ അഗാക്കർ തഴഞ്ഞിരുന്നു. സിംബാബ്വെക്കെതിരെ T20 പരമ്പരയിൽ യാതൊരു കാരണവുമില്ലാതെ സഞ്ജുവിന് വിശ്രമം നൽകി. 3 മോശം പ്രകടനത്തിന്റെ പേരിലാണ് സഞ്ജു ഒതുക്കപ്പെട്ടത്. ഇത് വലിയ ചർച്ചകൾക്കും വഴി തുറന്നിരുന്നു. സഞ്ജു കഴിഞ്ഞ ദിവസം സെലക്ടർമാർക്കെതിരെ പരോക്ഷമായി വിമർശനം നടത്തിയിരുന്നു. സഞ്ജുവിന് അപാരമായ കഴിവുണ്ടെങ്കിലും അവസരങ്ങൾ മുതലാക്കുന്നതിൽ സ്ഥിരത കാട്ടണമെന്നും കടുത്ത മത്സരം നിലനിൽക്കുന്ന ടീം കോമ്പിനേഷനിൽ റൊട്ടേഷൻ സ്വാഭാവികമാണെന്നുമായിരുന്നു അഗാക്കറുടെ മുൻ നിലപാട്. സഞ്ജുവിന് കഴിവുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന അവസരങ്ങളിൽ കൂടുതൽ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ പുറത്തെടുക്കേണ്ടതുണ്ടെന്നും അഗാക്കർ പല സന്ദർഭങ്ങളായി പരോക്ഷമായി സൂചിപ്പിച്ചിട്ടുണ്ട്. മിഡിൽ ഓർഡറിലും ഓപ്പണിംഗിലും സഞ്ജുവിനെ ഉൾപ്പെടുത്തുകയും ടീമിൽ നിന്ന് തഴയുകയും ചെയ്യുമ്പോൾ പല ന്യായീകരണങ്ങളായിരുന്നു അഗാക്കർ നടത്തിയത്. അർഹിച്ച പല താരങ്ങളുടെയും വഴിയടക്കുന്ന തീരുമാനമാണ് അഗാക്കർ കൈക്കൊണ്ടത്. പല സീനിയർ താരങ്ങളെയും അഗാക്കർ അവഗണിച്ചു. ഇതെല്ലാം ഇപ്പോൾ അഗാക്കറുടെ പുറത്തേക്കുള്ള വഴി തുറന്നിരിക്കുകയാണെന്ന് പറയാം. എന്തായാലും അഗാക്കർ മാറുന്നതോടെ പല സീനിയർ താരങ്ങളും തിരിച്ചറിവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അഗാക്കറിന്റെ സീറ്റ് പോകുന്നതോടെ ഗൗതം ഗംഭീറിനും കാര്യങ്ങൾ അല്പം കൂടി എളുപ്പമാവും. എന്തായാലും ഇത്തരം മാറ്റം ഇപ്പോൾ നടന്നാൽ അത് ടീമിന് ഗുണം ചെയ്യാനാണ് സാധ്യത കൂടുതൽ. അഗാക്കർ പടിയിറങ്ങിയാൽ ഏറ്റവും ആശ്വാസമാകുന്നത് സഞ്ജു സാംസൺ എന്ന മലയാളി താരത്തിനാണ്. മികച്ച ഫോമിലായിരുന്നിട്ടും അനാവശ്യ വിശ്രമവും അവഗണനകളും മാത്രം നേരിടേണ്ടി വന്ന സഞ്ജുവിന് പുതിയ സെലക്ഷൻ കമ്മിറ്റിയുടെ വരവ് ഒരു പുതിയ തുടക്കമായേക്കാം. VVS ലക്ഷ്മണനെ പോലെ പ്രതിഭകളെ തിരിച്ചറിയുന്ന ഒരാൾ അമരത്തെത്തുമ്പോൾ സഞ്ജുവിന് അർഹിച്ച അംഗീകാരവും സ്ഥിരസൂചകമായ അവസരങ്ങളും ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.